ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് രണചോരൻ എന്ന അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രുക്മിണി ഒരു ബ്രാഹ്മണനെ ഒരു കത്തുമായിട്ട് ഒരു സന്ദേശവുമായിട്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ദ്വാരകയിലേക്ക് അയച്ചു. ആ ബ്രാഹ്മണനെ ഭഗവാൻ എപ്രകാരമാണ് സ്വീകരിക്കുന്നത്, ബ്രാഹ്മണനോട് എങ്ങനെയാണ് സംവദിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഭഗവാൻ തുടർന്നും ബ്രാഹ്മണനോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ ഉത്തമ, അങ്ങ് എപ്പോഴും സംതൃപ്തനായിരിക്കണം. കാരണം ബ്രാഹ്മണന് ആത്മസംതൃപ്തി കൈവന്നാൽ ധർമ്മങ്ങൾ ഒട്ടി നിൽക്കുന്നവർക്ക് സർവ്വ അഭിലാഷങ്ങളും പൂർത്തീകരിക്കാനാവും. സ്വർലോകപതിയായ ഇന്ദ്രനും തുല്യം ഐശ്വര്യ സമൃദ്ധിയും ഉണ്ടായാലും സംതൃപ്തി ഇല്ലാത്തിടത്തോളം കാലം അവന് വിവിധ ലോകങ്ങൾ മാറി മാറി കഴിഞ്ഞുകൂടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അവന് ഒരിക്കലും സന്തോഷമുണ്ടാവുകയില്ല. മറിച്ച് മാനസികമായ സംതൃപ്തി ഉള്ളവന് തൻ്റെ പ്രോന്നതമായിരിക്കുന്ന നില നഷ്ടപ്പെട്ടാൽ പോലും എവിടെയും എല്ലായിടത്തും അവൻ സന്തുഷ്ടനായിരിക്കും. ഒരു പ്രധാനപ്പെട്ട ഒരു തത്വമാണ് പറഞ്ഞത് ഭഗവാൻ ഇവിടെ. ഹേ ബ്രാഹ്മണോത്തമ, അങ്ങ് എപ്പോഴും സംതൃപ്തനായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ബ്രാഹ്മണന് ആത്മസംതൃപ്തി കൈവന്നാൽ സ്വധർമ്മങ്ങളോടൊട്ടി നിൽക്കുന്നവർക്ക് സർവ അഭിലാഷങ്ങളും പൂർത്തീകരിക്കാനാകും. ഇവിടെയാണ് അവിടെ കർമ്മവാസനയും ജന്മവാസനയും അനുസരിച്ചുകൊണ്ട് സ്വധർമ്മത്തെ യഥാവിധി അനുഷ്ഠിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. ഈ കർമ്മവാസനയും ജന്മവാസനയും അനുസരിച്ചുകൊണ്ടാണ് ഭഗവാൻ 4 കാറ്റഗറി സൃഷ്ടിച്ചത്, വ്യവസ്ഥാപിതമായിട്ട് തന്നെ. ഇന്നും ലോകം നടക്കുന്നത് യഥാവിധി പരിപാലിക്കപ്പെടുന്നതും ആരെങ്കിലും ഏതെങ്കിലും സ്വധർമ്മത്തിൽ സംതൃപ്തി അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയാണ് ഏറ്റവും വലിയ സംതൃപ്തി. പരധർമ്മം അനുഷ്ഠിച്ചാൽ അതൊരിക്കലും ശ്രേയസ്കരമല്ല എന്ന് ഭഗവാൻ തുറന്നു പറയുന്നുണ്ട്. ഇത് അനുഭവിച്ചറിയണം. ഭഗവാൻ പറഞ്ഞ ഈ കാറ്റഗറൈസേഷനും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ വാസനാബലവും അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അത്രയും സംതൃപ്തിയും സമാധാനവും എത്രയൊക്കെ സമ്പാദിച്ചാലും പരധർമ്മത്തിൽ നിന്ന് കിട്ടിയാൽ നമുക്കത് സമാധാനം ലഭിക്കില്ല. ഇന്ന് പലരും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ശാന്തിയും സമാധാനവും ഇല്ലാതെ പരിഭ്രാന്തരായിട്ട് ഓടി നടക്കുന്നത് കാണാൻ. എന്തുകൊണ്ടാണത്? അവരവരുടെ സ്വഭാവത്തിനും കർമ്മ കുശലതയും അനുസരിച്ചുകൊണ്ടുള്ള കർമ്മത്തെ ചെയ്യാതെ പല ധർമ്മങ്ങൾ പലതും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പല കർമ്മങ്ങൾ ചെയ്ത് വ്യാപരിക്കുന്നവർക്ക് ഒരിക്കലും ശാന്തിയും സമാധാനവും ലഭിക്കില്ല. ഇത് ഭഗവാൻ എത്ര വ്യക്തമായിട്ടാണ് ബ്രാഹ്മണനോടുള്ള സംവാദത്തിൽ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ രുക്മിണീ സ്വയംവരത്തിലുള്ള ബ്രാഹ്മണ സന്ദേശം കൊണ്ട് വരുമ്പോഴും വളരെ അലങ്കാരഭൂഷിതമായിട്ടൊക്കെ വർണ്ണിച്ചുകൊണ്ടും ഒന്നും ഒരു കാര്യമില്ല. അതിലെ തത്വത്തെ മനസ്സിലാക്കണം. ഭഗവാൻ ഒരു അതിഥിയെ എങ്ങനെ സ്വീകരിക്കുന്നു, ആ വ്യക്തിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ സംതൃപ്തി എപ്രകാരം ഉണ്ടായിരിക്കണമെന്ന് പോലും ഭഗവാൻ ആഗ്രഹിക്കുന്നതായിട്ട് പറയുന്നു. ബ്രാഹ്മണോത്തമ, അങ്ങ് എപ്പോഴും സംതൃപ്തനായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ബ്രാഹ്മണന് ആത്മസംതൃപ്തി കൈവന്നാൽ സ്വധർമ്മങ്ങളോട് ഒട്ടി നിൽക്കുന്നവർക്ക്, നമുക്ക് ഏത് കർമ്മത്തിലാണോ ഏത് സ്വധർമ്മത്തിലാണോ ശാന്തിയും സമാധാനം ലഭിക്കാൻ തുടങ്ങുന്നത്, നമ്മളെപ്പോഴും ആ കർമ്മത്തോട് തന്നെ ഒട്ടി നിൽക്കും, യാതൊരു സംശയവും. നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് എന്ത് ചെയ്താലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഊണിനും ഉറക്കത്തിനും ആ കർമ്മത്തിലോടായിരിക്കും നമുക്ക് വാസനാബലവും ഒട്ടി നിൽക്കുകയും ചെയ്യും. അങ്ങനെ നിൽക്കുന്നവർക്ക് സർവ്വ അഭിലാഷങ്ങളും പൂർത്തീകരിക്കാനാകും. ഇവിടെയാണ് യോഗക്ഷേമം ലഭിക്കുക എന്ന് പറയുന്നത്. ഏത് കർമ്മമായിക്കോട്ടെ, ഇറച്ചിവെട്ടുകാരൻ പോലും വളരെ സംതൃപ്തിയോടുകൂടി ആത്മജ്ഞാനിയായിട്ട് മാറിയ ഒരു കഥയൊക്കെ ഉപനിഷത്ത് കഥയിൽ പറയുന്നുണ്ട്. ഇവിടെ കർമ്മം ഏത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും അനുസരിച്ചുകൊണ്ടുള്ള കർമ്മം എന്ത് തന്നെയായാലും അത് സ്വധർമ്മമാണ്.
ആ സ്വധർമ്മം ചെയ്യുന്നതിൽ സന്തുഷ്ടനാണ് എങ്കിൽ, അതിനോട് ഒട്ടി നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, ജീവിതം നയിക്കുന്നതെങ്കിൽ, അവന് എല്ലാവിധ അഭിഷ്ടങ്ങളും സാധിക്കുന്ന ഭഗവാൻ. അതാണ് കർമ്മത്തിന്റെ കുശലത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സർവ ലോക അധിപതിയായ ഇന്ദ്രന് തുല്യം ഐശ്വര്യ സമൃദ്ധികളും ഉണ്ടായാലും സംതൃപ്തനല്ലാത്തിടത്തോളം കാലം അവന് വിവിധ ലോകങ്ങളിൽ മാറി മാറി കഴിയേണ്ടി വരും. മാറി മാറി കഴിയുക മാത്രമല്ല, പിന്നെയും മാറി മാറി ജന്മങ്ങൾ എടുക്കേണ്ടി വരും അവിടെ. കാരണം അവിടെ ഒന്നും കർമ്മങ്ങൾ പൂർത്തീകരിക്കില്ല. ഈ പരധർമ്മം പലവിധ കർമ്മങ്ങൾ ചെയ്യാൻ പോയാൽ അവിടെ ഒരിക്കലും സംതൃപ്തനാകാതെ വരുമ്പം ഇങ്ങനെ ഓടി നടക്കും. അപ്പോൾ ഒരു കർമ്മങ്ങളും തുടങ്ങി വെക്കുന്നത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് ഈ പോയടത്തൊക്കെ പിന്നെ വരേണ്ടി വരും, പോകേണ്ടി വരും. ചെയ്ത കർമ്മങ്ങളൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. ഈ ജന്മം കൊണ്ട്, ഈ ശരീരം കൊണ്ട് ആ കർമ്മങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ യഥാർത്ഥ പാതയിൽ എത്തിയിട്ടില്ലെങ്കിൽ, ഇതനുസരിച്ച് കൊണ്ട് ഇതിന് വിധം പൂർത്തീകരിക്കുന്നതിന് തക്കതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശരീരം എടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് പ്രാരാബ്ധിപ്പെടുക എന്നർത്ഥം. അതൊക്കെ വളരെ കൃത്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംതൃപ്തി വരാത്തിടത്തോളം ഇനി എന്തൊരു പദവി തന്നെ കിട്ടിയാലും എല്ലായിടത്തും സുഖസമൃദ്ധിയിലാണ് കഴിയുന്നത്, ജീവിതം ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണെന്നൊക്കെ പഠിച്ച് നടക്കുന്നതും വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിലൊന്നും വേണ്ട വിധത്തിൽ സംതൃപ്തി അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല എങ്കിൽ ആ കാലത്തോളം അവന് വിവിധ ലോകങ്ങളിൽ മാറി മാറി പരിഭ്രമിച്ച് കഴിഞ്ഞു കൂടേണ്ടി വരും. അങ്ങനെയുള്ളവന് ഒരിക്കലും സന്തോഷം ഒരിടത്തും ലഭിക്കുകയുമില്ല. മറിച്ച് മാനസികമായ സംതൃപ്തി ഉള്ളവന് തൻ്റെ പ്രോന്നതമായിട്ടുള്ള നില നഷ്ടപ്പെട്ടാൽ പോലും, പരമോന്നതമായിട്ടുള്ള നില നഷ്ടപ്പെട്ടാൽ പോലും എവിടെയും എല്ലായിടത്തും അവൻ സന്തോഷനായിരിക്കും. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ആത്മ അവബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ബ്രാഹ്മണനെയാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത്. ഇതേപോലെ ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും അവരവർ ചെയ്യുന്ന കർമ്മവാസനകൾ അനുസരിച്ചുള്ള കർമ്മങ്ങളായിരിക്കണം സ്വധർമ്മം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കണം. ലഭിച്ചിട്ടില്ല എങ്കിൽ അത് ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് എന്തൊക്കെ നേടിയാലും ആത്മസംതൃപ്തി ലഭിക്കുന്നില്ല ഇല്ലെങ്കിൽ അത് ലഭിക്കാത്തിടത്തോളം കാലം ഈ പല കർമ്മങ്ങളിൽ ശാന്തിയും സമാധാനവും ഇല്ലാതെ ചുറ്റിത്തിരിയേണ്ടി വരുന്നത് മാത്രമല്ല, അതിന് അനുപാതികമായിട്ടുള്ള ജന്മങ്ങൾ എടുക്കേണ്ടി വരും. എന്നാൽ ഏത് കർമ്മം ചെയ്യുന്നതിലും മാനസികമായ സംതൃപ്തി ഉള്ളവന് തൻ്റെ പരമോന്നതമായ നില നഷ്ടപ്പെട്ടാൽ പോലും അവൻ അപ്പോഴും സന്തുഷ്ടനായി. അവന് യാതൊരു ബോധറേഷനും ഉണ്ടാവില്ല. കൃഷ്ണൻ ബ്രാഹ്മണൻ നൽകുന്ന ഈ ഉപദേശം സുപ്രധാനമാണ്. ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥ ബ്രാഹ്മണൻ ഒരു പരിസ്ഥിതിയിലും അസ്വസ്ഥനാകരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ബ്രാഹ്മണധർമ്മം യഥാവിധി പാലിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് പോലും, ഒരു ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ മനുഷ്യ കുലത്തിന് തന്നെ മാതൃകയായിട്ട് ഈശ്വര അവബോധത്തോടെ ജീവിച്ച നായസന ജീവിതം നയിച്ച് ജീവിക്കാൻ പഠിപ്പിക്കേണ്ടത് യഥാർത്ഥ ശാസ്ത്രവിധികളെ പറഞ്ഞ് പഠിപ്പിച്ച് മറ്റുള്ളവർക്ക് പോലും മാർഗദർശനം കൊടുക്കുന്നതിൽ സംതൃപ്തി അടയുന്നവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. അവിടെയാണ് ആ ബ്രാഹ്മണനിൽ ഈശ്വരൻ പോലും പ്രസാദിക്കുന്നത് ഈ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രാഹ്മണനിലാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ബ്രാഹ്മണന് നൽകുന്ന ഈ ഉപദേശം എന്തിനാ നമുക്ക് ഇത്രയൊക്കെ കടന്ന് ചിന്തിക്കണേ എന്ന് പലർക്കും തോന്നും. ഒരു സന്ദേശം കൊണ്ടുവന്ന ബ്രാഹ്മണനെ, നമ്മളെപ്പോലെ ആണെങ്കിൽ ഒരു കത്തും കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ കത്ത് സമയമില്ലെങ്കിൽ പോലും എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഞാനൊരു ക്ഷണക്കത്തും കൊണ്ട് ഒരു ബ്രാഹ്മണ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ട് അദ്ദേഹം എന്നോട് പറയാണ്, കുറച്ച് കഴിഞ്ഞു വരൂ, ഞാനിപ്പോൾ തിരക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ. ഒരു കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അത് എന്താണെന്ന് പോലും നോക്കാതെ, ഇല്ല എന്തിനാണ് വന്നതെന്ന് പോലും അന്വേഷിക്കാതെ ഇങ്ങോട്ട് പെരുമാറുന്ന രീതി നോക്കിക്കൊള്ളണം. എനിക്കിപ്പോൾ തിരക്കാണ്, അങ്ങ് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ. അങ്ങനെ നേരിട്ട് ഒരു ക്ഷണക്കത്ത് കൊണ്ട് പോയതാ ഞാൻ. അപ്പോൾ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ. ഒരു ബ്രാഹ്മണ കുലത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണനോടുള്ള പെരുമാറ്റം ഇത്തരത്തിലാണ് കേരളത്തിലുള്ള ബ്രാഹ്മണർ പെരുമാറുന്നതെങ്കിൽ ഇതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അർത്ഥം. അപ്പൊ അത്തരത്തിൽ
ബ്രാഹ്മണന് നൽകുന്ന ഉപദേശം സുപ്രധാനമാണെന്നർത്ഥം. ബ്രാഹ്മണരാണ് യഥാർത്ഥത്തിൽ ഒരു അതിഥിയജ്ഞത്തിനും ദേവയജ്ഞത്തിനും ഇല്ലെങ്കിൽ നിർയജ്ഞത്തിനും നിയതയജ്ഞത്തിനും പഞ്ചമഹായജ്ഞങ്ങളിൽ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി മാറിക്കൊണ്ട് അതിൽ നിന്ന് സകല അഭിലിഷ്ടങ്ങളും അനായാസന ജീവിതം സാധിച്ചുകൊണ്ട് മാതൃകയായിട്ട് അനുഭവിച്ചറിയുന്ന ഒരാൾക്കല്ലേ ഇത് ശരിക്കും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമുക്ക് പഠിച്ച അനുഭവ പരിചയമുള്ളത് വേണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അല്ലാതെ നിങ്ങളിത് പോയി ചെയ്തു നോക്കൂ എന്നല്ല പറയേണ്ടത്. അവരെ സംശയത്തിൽ ആഴ്ത്തല്ല ചെയ്യുന്നത്. ഞാനിത് ചെയ്തിട്ട് എനിക്ക് ഇന്ന അനുഭവമുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് ചെയ്യൂ എന്ന് വേണം പറയാൻ. ഇവിടെയാണ് വ്യത്യാസം, ഇവിടെയാണ് അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തക്കവണ്ണമുള്ള അനുഭവം ഭഗവാൻ ഉണ്ടാക്കി തരും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് സുപ്രധാനമായ ഒരു ഉപദേശമാണ് ഭഗവാൻ കൊടുക്കുന്നത്. യഥാർത്ഥ ബ്രാഹ്മണൻ ഒരു പരിസ്ഥിതിയിലും അസ്വസ്ഥനാകാൻ പാടില്ല. ഇപ്പം മറ്റുള്ളവർക്ക് അസ്വസ്ഥതകളെ മാറ്റി ദുഃഖ നിവാരണം നടത്തി കൊടുക്കില്ല, അതിനുള്ള മാർഗദർശനം കൊടുക്കേണ്ട ആള് അസ്വസ്ഥനും ചഞ്ചലാവസ്ഥനുമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് യോഗ്യതയാണ് അയാൾക്ക് മറ്റൊരാൾക്ക് മാർഗദർശനം കൊടുക്കാനുള്ളത്? അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ആന്തരാർത്ഥം എന്ന് പറയുന്നത്, യഥാർത്ഥ എൻ്റെ ഭക്തൻ, ഗീതയിൽ ഭക്തിയോഗത്തിൽ ഭഗവാൻ ഭക്തന്റെ ലക്ഷണം പറയുന്നിടന്ന് സ്വയം അസ്വസ്ഥനാകാനും പാടില്ല, മറ്റൊരാളെ അസ്വസ്ഥതപ്പെടുത്താനും പാടില്ല. അങ്ങനെ ഒരു സ്വഭാവം ഉള്ളവനാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ എന്ന് പറയുന്നത്. നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. മറ്റാരെങ്കിലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകരുത്. അങ്ങനെയുള്ളവനാണ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ, പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയപ്പെടുന്നവൻ ശൂദ്രന്റെയും അതിലും നികൃഷ്ടമോ ആയ ഭീഭത്സ അവസ്ഥയിലാണ് കഴിയുന്നത്. ഇപ്പൊ കലിയുഗത്തിൽ ഒരു ശൂദ്രന്റെയും ഭീഭത്സമായ അവസ്ഥയിലാണ് ഇത് ബ്രാഹ്മണ കുലത്തിലുള്ള ബ്രാഹ്മണർ പോലും കഴിയുന്നത് എന്ന് ഭഗവാൻ ഇവിടെ ഈ ബ്രാഹ്മണനോട് പറയാ. എൻ്റെ വാക്കുകളല്ല, ഭാഗവതത്തിൽ ഈ രുക്മിണി സ്വയംവരത്തിന് മുമ്പായിട്ട് രുക്മിണിയുടെ, മഹാലക്ഷ്മിയുടെ ഒരു സന്ദേശവുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ട ബ്രാഹ്മണനെ അതിഥിയായി സ്വീകരിച്ചുകൊണ്ട് യഥാവിധി ആദരിച്ചും ബഹുമാനിച്ചും അതിയജ്ഞം നടത്തിക്കൊണ്ട് ഭഗവാൻ ആ ബ്രാഹ്മണനെ നമ്മളെ മാതൃകയാകുന്ന വിധത്തിൽ സംവാദം നടത്തി കാണിച്ചു തരിക. അപ്പൊ അന്ന് തന്നെ ഭഗവാൻ പറയാണ്, ഇനി വരാൻ പോകുന്ന കലിയുഗത്തിൽ, അന്ന് കലിയുഗം അല്ല ദ്വാപരയുഗമാണ്, വരാൻ പോകുന്ന കലിയുഗത്തിൽ ബ്രാഹ്മണന് എന്ന് പറയപ്പെടുന്നവൻ ശൂദ്രന്റെയോ അതിലും നികൃഷ്ടമോ ആയിട്ട് ഭീഭത്സാവസ്ഥയിലാണ് കഴിയേണ്ടി വരിക. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നീങ്ങും എന്നൊരു സൂചന കൂടി ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന കലിയുഗത്തിൽ ബ്രാഹ്മണരുടെ അവസ്ഥ ഇതിലും നികൃഷ്ടമായ അവസ്ഥയിലേക്ക് മാറും എന്ന് പറഞ്ഞത് ഇന്ന് നമുക്ക് പ്രത്യക്ഷമാണ്. നമുക്ക് ചുറ്റും നോക്കിയാൽ കേരളത്തിൽ തന്നെ ബ്രാഹ്മണരെ അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ബ്രാഹ്മണധർമ്മമൊക്കെ ഉപേക്ഷിച്ചിട്ട് ശൂദ്രനേക്കാളും അധപ്പതിച്ച് നടക്കുന്ന അവസ്ഥയിലുള്ള ബ്രാഹ്മണരെ നമുക്ക് നേരിട്ട് കാണാനും അവരെ പറ്റി അറിയാനും അനുഭവിച്ചറിയാനും സാധിക്കും. ഒരു വിഷമവും ഇല്ല എന്നർത്ഥം. ഭഗവാൻ പറഞ്ഞത് എത്ര സത്യമാണെന്നറിയാം. എന്നിട്ടും യോഗ്യനായ ബ്രാഹ്മണനായി കണക്കാക്കപ്പെടണമെന്നാണ് ഭാവം. അങ്ങനെയാണെങ്കിൽ തന്നെ, ഇനി അങ്ങനെ ശുദ്ധനക്കാരും നികൃഷ്ടാവസ്ഥയിൽ ജീവിക്കുന്നവരായാലും അവർ ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചിരിക്കുന്നത് എങ്കിൽ ആ ശ്രേഷ്ഠതയെ നമ്മൾ മാനിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം മുഖ്യമന്ത്രി എന്ത് തന്നെ ചെയ്താലും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ പോസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ള ആ പോസ്റ്റ്, ആ കസേര, അതൊരു ഔദ്യോഗിക പദവിയാണ്. എന്ന് പറഞ്ഞ പോലെ ഈശ്വരൻ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഒരു ഔദ്യോഗിക പദവിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ശ്രേഷ്ഠമായ അനേക ജന്മ, ഈ ജന്മത്തിലല്ല, പൂർവ്വജന്മ കർമ്മഫലത്തിൻ്റെ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ബ്രാഹ്മണൻ സാത്വിക ഭാവത്തിൽ വർദ്ധിച്ച് സ്വഭാവത്തെ ശുദ്ധീകരിക്കുമ്പോഴാണ് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് കിട്ടിയിരിക്കുന്നതിനെ ബഹുമാനിക്കണം എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അവൻ ഏത് നികൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുന്നവനായിക്കോട്ടെ, ഏത് തരത്തിൽ ഇപ്പോൾ ജീവിക്കുന്നവനായിക്കോട്ടെ, പക്ഷെ ആ പോസ്റ്റിനെ ബഹുമാനിക്കണം. അത് സ്വയം ആ വ്യക്തി ബഹുമാനിക്കുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ ധർമ്മമാണ് ആ പോസ്റ്റിനെ ബഹുമാനിക്കാൻ. ആ വ്യക്തിയുടെ ധർമ്മം എന്താണോ ആ ധർമ്മം തെറ്റിച്ചാണ് അദ്ദേഹം നടക്കുന്നത് എങ്കിൽ പോലും
ആ ബ്രാഹ്മണൻ എന്ന പോസ്റ്റിനെ ബാക്കിയുള്ളവർ ബഹുമാനിക്കണം എന്നാണ് ഇവിടെ. അതുകൊണ്ടാണ് ഭഗവാൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ആളാണെങ്കിലും ഈ ബ്രാഹ്മണനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇവിടെ രണ്ട് വശവും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ടെന്നർത്ഥം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്നർത്ഥം. വാസ്തവത്തിൽ യോഗ്യനായ ബ്രാഹ്മണൻ സദാ സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ഒരിക്കലും ശൂദ്രൻ്റെയോ അതിലും താണവൻ്റെയോ ധർമ്മം കൈക്കൊള്ളുകയുമില്ല. അവൻ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കുന്നതായിട്ടും കാണാം. ഇനി ഏതെങ്കിലും പ്രതികൂല പരിസ്ഥിതിയിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ്റെയോ വൈശ്യൻ്റെയോ തൊഴിൽ സ്വീകരിക്കേണ്ടി വന്നേക്കാം. അത് ഉദ്ധവോപദേശത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. സ്വധർമ്മം തന്നെയാണ് ശ്രേയസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ പരധർമ്മം അനുഷ്ഠിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പരധർമ്മം എന്ന് പറയുന്നത് എന്താ? ഒരു ക്ഷത്രിയൻ്റെയോ വൈശ്യൻ്റെയോ ശൂദ്രൻ്റെയോ തൊഴിൽ ചെയ്യേണ്ടി വന്നേക്കാം, സ്വീകരിക്കേണ്ടി. ആ ജീവിക്കുന്ന മാർഗം വഴിമുട്ടി കഴിയുമ്പോഴാണ് പ്രതിസന്ധി ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മറ്റ് ധർമ്മങ്ങൾ ചെയ്താലും എന്നാലും ഒരിക്കലും ശൂദ്രന്റെ തൊഴിൽ കൈക്കൊള്ളുന്നത് അത് ആധികാരികമായ മതഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. ധർമ്മതത്വങ്ങളെ നിഷ്കർഷയോടെ പാലിച്ചു പോരുന്ന ബ്രാഹ്മണൻ ഏത് വിഷമാവസ്ഥയും ആകുല ചിത്തനാവില്ലെന്ന് ഭഗവാൻ കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. ഉപസംഹാരമായിട്ട് കൃഷ്ണൻ പറഞ്ഞു, ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും ഞാൻ എൻ്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കാരണം ബ്രാഹ്മണർ എന്നും ആത്മസംതൃപ്തിയുള്ളവരാണ്. വൈഷ്ണവർ സദാ മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മൊത്തം ജനസമൂഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് അവർ. ഇരുവരും മിഥ്യാ അഹങ്കാരത്തിൽ നിന്ന് മുക്തരാണ്, സദാ സ്വസ്ഥചിത്തരും. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ കുലത്തിൻ്റെ ധർമ്മം സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞാലും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ജീവിതത്തിൽ പ്രത്യേകിച്ചും കലിയുഗത്തിൽ നമുക്ക് പ്രതിസന്ധി നേരിടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പരധർമ്മം അനുഷ്ഠിക്കാം എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.